ഹായ്, ഞാൻ അരുൺ. ഞാൻ ഇന്ദ്രനീലം ബിൽഡേഴ്സിൻ്റെ പോകുന്നതുള്ള ഇന്ദ്രനീലം ഇൻഫീനിയ അപ്പാർട്ട്മെൻറ്റ് എന്ന 12 നിലയുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിലെ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ റേഡിയസിനകത്ത് വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഒരു G+12 അപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 40 യൂണിറ്റുകളുണ്ട്. അപ്പോൾ 40 ഫാമിലീസിൻ്റെ വലിയൊരു പ്രതീക്ഷയാണ് ഈ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ നമ്മളൊരു സേഫ്റ്റി കൺസേണിൽ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ ഐറ്റംസും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യം വരുന്നൊരു മേജർ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു മെറ്റീരിയൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ 1-2 കാര്യങ്ങൾ കൺസേൺ ചെയ്തത് മെറ്റീരിയലിൻ്റെ ആ ഒരു ഡ്യൂറബിലിറ്റി. കാരണം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്താലും കുറേ നാളത്തേക്ക് ഇതെല്ലാം ഒരു ഫീസിബിളായിട്ട് നന്നായിട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതൊരു കൺസേൺ ആയിരുന്നേ കമ്പനിയുടെ. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ്സിൽ സ്പെസിഫിക്കേഷനിലും കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ, ഇത് രണ്ടായിരുന്നു നമുക്ക് ആദ്യമുള്ള നമ്മുടെ കൺസേൺ. അപ്പോൾ അതിന് നമുക്ക് ബാൽക്കോ ഒരു നല്ലൊരു അഭിപ്രായം നമുക്ക് ബാക്കിയുള്ള ബിൽഡേഴ്സ് ആയാലും പറയുന്നത് കേട്ടു. നമ്മുടെ ലൊക്കാലിറ്റിയിലെ ഏറ്റവും നല്ല ബിൽഡേഴ്സ് ആയാലും ബാക്കി ഏത് ഫേമസ് ആയാലും ഉപയോഗിക്കുന്ന നല്ല ബ്രാൻഡ് ഏതാണെന്നുള്ളത് നമ്മൾ ആദ്യം അന്വേഷിച്ചത്. അപ്പോൾ അങ്ങനെ ആദ്യം നമുക്ക് കിട്ടിയത് ബാൽക്കോയുടെ പേരാണ്. കാരണം അന്ന് അവർക്ക് ISI സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു 6 months ലേറ്റ് ഒരു മുന്നേ അവർക്കൊരു സെറ്റ് ഗോൾഡ് എന്നൊരു സർട്ടിഫിക്കേഷൻ കിട്ടി. സൗത്ത് ഇന്ത്യയിൽ സെറ്റ് ഗോൾഡ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഏക കമ്പനി ബാൽക്കയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്കൊരു പ്രൊജക്റ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടൊരു കാര്യം ക്വാളിറ്റിയാണ്. അത് കഴിഞ്ഞാണ് വർക്ക്മാൻഷിപ്പ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുമ്പോൾ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ പോളിസി ആയിരുന്നു കമ്പനിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഡ്യൂട്ട്സിലായാലും ജംഗ്ഷൻ ബോക്സിലായാലും നമ്മൾ ISI റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ മെറ്റീരിയൽസിനും. ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്. ബാൽക്കോയുടെ പൈപ്പുകൾ വരുമ്പോൾ നമ്മൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, നമ്മൾ കാസ്റ്റിംഗ് സമയത്ത് നമുക്ക് മെക്കാനിക്കൽ ഡാമേജ് ഒരുപാട് നമുക്ക് കോൺഡ്യൂട്ട്സിന് വരാറുണ്ട്. മേ ബി പൈപ്പുകൾ സഡൻ ഫാൾ ആവാം, മേ ബി വർക്ക് ചെയ്യുന്ന ലേബേഴ്സിൻ്റെ എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊണ്ടാവാം. പക്ഷെ കമ്പാരിറ്റീവ്ലി നമ്മൾ മറ്റുള്ള ബ്രാൻഡുകൾ ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ച് വെച്ചത് കമ്പയർ ചെയ്യുമ്പോൾ ബാൽക്കോയുടെ പൈപ്പുകൾ വരുന്ന മെക്കാനിക്കൽ ഡാമേജ് വളരെ കുറവാണ്. ഈവൺ ദോ നമ്മൾ ചില ഏരിയയിൽ കെയർ കുറവുള്ള ഏരിയയിലായാലും നമുക്ക് അങ്ങനെ വലിയ ഡാമേജ് പൈപ്പുകളുടെ ഭാഗത്ത് വന്നിട്ടില്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ജംഗ്ഷൻ ബോക്സും എല്ലാം ISI സ്റ്റാൻഡേർഡുള്ളതാണ് ബാൽക്കോയുടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ജംഗ്ഷൻ ബോക്സിൽ വരുന്ന ഡാമേജും വളരെ കുറവാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ നോക്കുമ്പോൾ ബാക്കിയുള്ള ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു ഗുണമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. കാരണം നമ്മൾ ഒരു ക്വാളിറ്റി കുറവുള്ള ഒരു ബ്രാൻഡാണ് നമ്മൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വയറ് വലിക്കുന്ന സമയത്ത് നമുക്ക് കോൺഡ്യൂട്ട്സ് എല്ലാം പൊട്ടിപ്പോയാൽ കോൺഡീറ്റ് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏരിയ നമുക്ക് ഫിനിഷിങ് സ്റ്റേജിൽ വരാം. പക്ഷെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു 6 ഫ്ലോറോളം നമ്മൾ റോപ്പ് വലിച്ചപ്പോൾ നമുക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ചേസിങ് വർക്കുകളിൽ നമുക്ക് പൈപ്പ് ഫീസിബിളായിട്ട് നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് LMS പൈപ്പ് ആയാലും MS പൈപ്പ് ആയാലും എല്ലാം വളരെ നന്നായിട്ട് ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്ലെക്സിബിളാണ്. അതിന് വലിയ ക്രാക്കോ അല്ലെങ്കിൽ അതിനൊരു കട്ട് ജോയിൻസോ ഒന്നും വരുന്നില്ല. നമ്മുടെ മേജർ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പുതിയ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളതാണ്. ബാൽക്കോയുടെ കാര്യങ്ങൾ വരാണെങ്കിൽ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും നമുക്ക് അടുത്ത പ്രൊജക്റ്റിലേക്കും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈവൺ ഞങ്ങളിൽ തന്നെ അടുത്ത പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾ ബാൽക്കോ സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളോട് പറയുന്ന ആരുടെ അടുത്ത് നമുക്ക് ധൈര്യപൂർവ്വം പറയാം ബാൽക്കോയുടെ പൈപ്പുകളിൽ നമുക്ക് വേണ്ട അഷ്വറൻസ് ഉണ്ടെന്നുള്ളത്. അത് ക്വാളിറ്റി പരമായാലും ഈവൺ വർക്ക്മാൻഷിപ്പിൻ്റെ കാര്യങ്ങളായാലും തുടർന്നുള്ള ഡ്യൂറബിലിറ്റിയുടെ കാര്യങ്ങളായാലും നമുക്ക് ഇതുവരെ ഞങ്ങളുടെ അനുഭവം കൊണ്ടെല്ലാം വളരെ നല്ല രീതിയിലാണ് ബാൽക്കോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി വരാനിരിക്കുന്ന പ്രൊജക്റ്റിലേക്ക് ആയാലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ വീടുകളോ ഏത് തരം ബിൽഡിംഗ് ആയാലും നമുക്ക് ധൈര്യപൂർവ്വം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബ്രാൻഡാണ് ബാൽക്കോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളും ബാൽക്കോയെ ചൂസ് ചെയ്യുക.